എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ ഒരു ചെറിയ മത്തങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതാ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മത്തങ്ങയൊക്കെ നമുക്കൊന്ന് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പയിൽ വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി ഇതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മത്തങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ഇതാ നമ്മുടെ മത്തങ്ങ ഒക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കിന് ഞാൻ വെന്തല്ല ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഏതൊരു സാധനം അടുപ്പയിൽ വെച്ചാലും ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ ചിലപ്പോൾ അത് വേകാൻ താമസം വരുമെന്നൊക്കെ ഇങ്ങനെ ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ വേകാൻ താമസം വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തത്. അപ്പം മത്തങ്ങയൊക്കെ അവിടെ ഇരുന്ന് വേകുന്ന സമയം നമുക്ക് ഇതാ കുറച്ച് തേങ്ങ അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്നും ചെറുതായി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുമല്ലോ, ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സിയിൽ നമ്മളെല്ലാം അരച്ച് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം മത്തങ്ങ വെന്ത് മത്തങ്ങയിലെ വെള്ളമൊക്കെ ഇതാ ഏകദേശം വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതാ മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒത്തിരി നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നില്ല, ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇതാ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സി കഴുകി ഒരു ലേശം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് ചേർത്ത് തേങ്ങയൊക്കെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതാ ഇനി അടുത്തത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ കറിയാണ് കേട്ടോ. ഇതിന് നമുക്ക് മത്തങ്ങ കുഴച്ചതെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പേരിടാം കേട്ടോ. എന്നാൽ ചാറ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മത്തങ്ങ കുഴമ്പ് രൂപത്തിലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാനൊരു പേരിട്ടിരിക്കുന്നതാണ് കേട്ടോ മത്തങ്ങ കുഴച്ചത്. അപ്പോൾ ഇതാ ഇനി നമുക്കിതാ കടുക് താളിക്കാവേ. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതാ കുറച്ച് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ, അരി ഇട്ട് കൊടുത്തൊന്നും പൊട്ടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് നമ്മുടെ തീയൊക്കെ ഇങ്ങനെ പറക്കുവാണ് കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ രാവിലെയൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ജനലെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുറന്നിടുന്നതായിരുന്നേ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ജനൽ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാറ്റ് വീശി ചിലപ്പം തീയൊക്കെ കെട്ടുപോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കിന് ഞാൻ നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സമയം അരിയുടെ കൂട്ടത്തിൽ ചിലപ്പം നമുക്ക് തേങ്ങായും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങായും ഒന്ന് വറുത്തെടുക്കാവേ. അപ്പം ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടില്ല കേട്ടോ, ഞാൻ അരിയാണ് ഇട്ട് കൊടുത്തത്. തേങ്ങ വറുത്തിട്ടാലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പം ഞാൻ കൂടുതൽ നമ്മുടെ കറിക്ക് അരയ്ക്കാൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങ വീണ്ടും ഞാൻ ചേർക്കാഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മുടെ അരിയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കിന് വറ്റമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടി ഇതുപോലെ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ മുളക് പൊടിയും ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ചേർത്ത സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാമായിരുന്നേ. അതിലൊന്നും കൂടെ ടേസ്റ്റ് ഇതുപോലെ എണ്ണയിലൊന്ന് വറുത്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ. മുളക് പൊടി ചൂടാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മുടെ മത്തങ്ങ കറിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഇതോടെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങക്കറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങക്കറി എന്ന് പറയുന്നത്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിലൊരു മീൻകറിയൊക്കെ കൂട്ടത്തിലൊരു സൈഡിലുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മത്തങ്ങ കുഴച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.